ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചത് എന്നറിയാൻ ഇനിയും ഒരാഴ്ചയിലേറെ കാത്തിരിക്കണം. പക്ഷെ ഒരു കാര്യം ഇതിനകം തന്നെ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത മട്ടിലുള്ള ഒരു വമ്പിച്ച ഒഴുക്കാണ് പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ടായത്. കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 4% വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 85% ആളുകൾ വോട്ട് ചെയ്തു. ബംഗാളിൽ 92% വോട്ട് ചെയ്തതായിട്ടാണ് അവസാനം വന്ന കണക്കുകളിൽ പറയുന്നത്. ആസാമും പോണ്ടിച്ചേരിയും അതേ തരത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് വലിയ തോതിലുള്ള ഒഴുക്ക് പോളിംഗ് ബൂത്തിലേക്കുണ്ടായി. രാവിലെ മുതലേ ഈ ഒഴുക്ക് വന്നു. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ഒരു വലിയ ജനമുന്നേറ്റം ഉണ്ടായത് എന്നത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 2-3 വിശകലനങ്ങൾ ഈ കാര്യത്തിൽ കേൾക്കാറുണ്ട്. ഒന്ന്, നിലനിൽക്കുന്ന സർക്കാരിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ ജനങ്ങൾ വളരെ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തു. കേരളത്തിൽ പിണറായി വിജയൻ്റെ സർക്കാർ 10 വർഷമായിട്ട് നിൽക്കുന്നു. എങ്ങനെയെങ്കിലും ഈ സർക്കാർ ഒന്ന് ഒഴിവായി കിട്ടണം എന്ന താല്പര്യത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾ രാവിലെ തന്നെ വോട്ട് ചെയ്തു എന്നാണ് ഒരു നിഗമനം ഉണ്ടായത്. ബംഗാളിൽ ഇതേമാതിരി 15 വർഷമായിട്ട് മമതാ ബാനർജിയാണ് നിൽക്കുന്നത്. മമതാ ബാനർജിയുടെ ഭരണം ഒരുപക്ഷെ നാട്ടിലെ ജനങ്ങൾക്ക് മടുത്തിരിക്കണം. അതുകൊണ്ടാവാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്കുള്ള വലിയ ഒഴുക്കുണ്ടായത് എന്ന് പറയുന്നു. അസാമിലും ഇതേ തരത്തിൽ മഹന്ത ശർമ്മയുടെ ഭരണം 10 വർഷത്തിലേറെയായി. തമിഴ്നാട്ടിലും ദീർഘകാലമായിട്ട് DMK ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് നിലനിൽക്കുന്ന സർക്കാരുകൾക്കെതിരായിട്ട് ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ജനവിധിയുടെ ലക്ഷണമാണ് ഈ വമ്പിച്ച വോട്ടെടുപ്പിൽ ഈ വോട്ടെടുപ്പിനകത്തുണ്ടായ ഈ വമ്പിച്ച വർധനവിന് കാരണമായത് എന്ന് ചില ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അത് സത്യമാവാനുള്ള ഒരു പക്ഷേ സാധ്യതയുമുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ അത് തന്നെയായിരിക്കും. ബംഗാളിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ, മമത പുറത്തു പോവുകയാണെങ്കിൽ അവിടെയും വടക്ക് കിഴക്കൻ ഭാഗത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ BJP കയറി വരും എന്ന ഭീതി ഉയർന്നു വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ബംഗാളും ആസാമും അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തവണയുണ്ടായ ജനങ്ങളുടെ പോളിംഗ് ബൂത്തിലേക്കുള്ള ഒഴുക്കിന് ഒരു പ്രധാന കാരണം അവരുടെ ഭയമാണ്.